ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 24-നൊപ്പം ചേരുകയാണ്. ഒരൊറ്റ പകലും കൂടിയേ ഉള്ളൂ. വളരെ കുറച്ച് സമയമാണ് പ്രചരണത്തിന് കിട്ടിയത്. അപ്പോൾ ഒരു പകൽ അവസാനിക്കുന്നു. ഇതോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോവുകയാണ്. ഈ ഒരു സമയത്ത് എന്താ പറയാൻ തോന്നുന്നത്? ആറന്മുളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഭൂരിപക്ഷം പ്രവചിക്കുകയാണ്. തീർച്ചയായിട്ടും അതെ, ഒരു സംശയവും വേണ്ട. വളരെ വളരെ മികച്ച 2021-നേക്കാൾ മികച്ച ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന്. ഇത് പറയുമ്പം അതിൻ്റെ കൂട്ടിച്ചേർക്കേണ്ടത് UDF-ന്റെ ആരോപണം. ആന്റോണി MP അല്പസമയം മുമ്പ് പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി ആറന്മുളയിൽ ഒരു മന്ത്രി 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ്. ആ സമയത്താണ് 30,000 ഭൂരിപക്ഷമെന്ന് LDF സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട റിംഗ് റോഡിലല്ലേ. അവിടേക്ക് ക്യാമറ ഒന്ന് കാണിച്ചാൽ അവിടെ കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമുണ്ടേ. ആ സ്ഥലം ഇപ്പോൾ കാണുന്ന മരങ്ങളൊക്കെ ഉള്ള ആ സ്ഥലം, അത് ഈ പറഞ്ഞ ജനപ്രതിനിധി MP അദ്ദേഹം 20 വർഷമായിട്ട് കല്ലിട്ടുകൊണ്ടിരിക്കുകയാണേ. ആ കല്ലിട്ട് അവിടെ ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ പണിയും എന്ന് പറഞ്ഞിട്ട് കല്ലിട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയമാണ്. അവിടെ കാട് വളർന്ന് കിടക്കുന്നത്. ആ കല്ല് അവിടെ തപ്പി നോക്കിയാൽ കാണാം. അതേസമയം ഇവിടോട്ടൊന്ന് നോക്കൂ, UDF അനുമതി നിഷേധിച്ച് ഈ റോഡിൽ സമരം ഇരുന്ന് എന്നിട്ട് അതിന് അനുവാദം പിന്നെ നേടിയെടുത്ത് 2024 പണി ആരംഭിച്ച ജില്ലാ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണല്ലോ ഇത്. ഞാൻ ഇവിടെ ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് ആണ് എൻ്റെ വീട്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്, ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട് നിശ്ചയിക്കും ഇതിലേത് വേണം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവൃത്തികളെ കുറിച്ച് LDF സ്ഥാനാർത്ഥി കഴിഞ്ഞ കുറേ ദിവസമായി പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റു കാര്യമെന്ന് പറയുന്നത്, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ നടന്നുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ, ഈ പറയുന്ന പോലെ ഹർഷീൻ എവിടേക്ക് വരുന്നു, അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ അവിടെ നടത്തുന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയുണ്ടോ? ഒരു തിരിച്ചടിയാവില്ല. കാരണം ഈ പറഞ്ഞ വ്യക്തി 2017-ലല്ലേ അവർ ശസ്ത്രക്രിയ ചെയ്തതല്ലേ. അപ്പോൾ 2017-ലാണ് ഇവർ ഈ ശസ്ത്രക്രിയ ചെയ്തത്. എന്നിട്ട് ഇത്ര വർഷത്തിന് ശേഷം വീണ്ടും ഇവർ ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ ഗൂഢാലോചന, കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, കഴിഞ്ഞ 5 വർഷം ആരോഗ്യവകുപ്പിനെ, ആരോഗ്യമന്ത്രിയെ വളരെ വളരെ ആക്ഷേപിച്ചു, വ്യക്തിഹത്യ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ രംഗത്തും അതിൽ മരുന്ന് കമ്പനികളുടെ പണം വാങ്ങിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് വലിയ ആത്മവിശ്വാസത്തിലാണ്. 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് താൻ ജയിച്ച് നിയമസഭയിലേക്ക് പോകുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് വീണ ജോർജ് 24-നോട് പ്രതീക്ഷ പങ്കുവച്ചത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.